നമുക്ക് ദൈവത്തിന്റെ വചനം എടുത്ത് വായിക്കുമ്പോൾ ശക്തമായ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാവും. കാരണം കർത്താവ് പ്രവർത്തിക്കുന്നത് വചനത്തിലൂടെയാണ്. പ്രഭാഷകൻ 42:15 ഞാനിപ്പോൾ കർത്താവിന്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. വചനത്തെ സ്നേഹിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ പറ്റും. വചനത്തോട് അടുത്താൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ പറ്റും. സങ്കീർത്തനങ്ങൾ 107:20 അവിടുന്ന് തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. കർത്താവ് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സുഖപ്പെടുത്തും. ആത്മാവിന്റെ ഉള്ളിൽ പ്രകാശിപ്പിക്കുന്ന വചനങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ആ വചനം ഗൗരവമായി എടുത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് വില കൊടുക്കാത്തവരിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ കാണാൻ പറ്റില്ല. ഗൗരവമായിട്ട് എടുക്കാത്തൊരു സമൂഹത്തിൽ ദൈവം വരില്ല. എപ്പോഴും ശ്രദ്ധിച്ചോണം. കർത്താവ് പറയുന്നുണ്ട്, അതായത് ദൈവം രാജാവാണ്. അപ്പൊ രാജാവിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിന് കൊടുക്കാത്ത ഒരു സമൂഹത്തിൽ, അതായത് 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുത്തില്ലെങ്കിൽ, മലാഖിയുടെ പ്രവചനം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം, തന്റെ ആട്ടിൻകൂട്ടത്തിൽ മുട്ടാടുണ്ടായിരിക്കുകയും അതിനെ നേരുകയും ചെയ്തിട്ട് ഊനമുള്ളതിനെ കർത്താവിന് ബലിയർപ്പിക്കുന്ന വഞ്ചകന് തന്റെ ആട്ടിൻകൂട്ടത്തിൽ മുട്ടാടുണ്ട്, നല്ല ആടുണ്ട്, എങ്ങനെയെങ്കിലും ഒപ്പിച്ച് എളുപ്പത്തിൽ കാര്യം സാധിക്കുകയാണ്. അതായത് ഊനമുള്ളതിനെ സമർപ്പിക്കുകയും ചെയ്യാം. ഇതൊക്കെ ചെയ്യാമെന്ന് ദൈവത്തോട് ഒരിക്കൽ സമർപ്പണം ചെയ്തതാണ് സ്ഥൈര്യലേപനം എന്ന കൂദാശയിലൂടെ. ഞങ്ങൾ ദൈവത്തിന്റെ സാക്ഷികളായി ജീവിച്ചോളാം, ഞങ്ങൾ വചനം പ്രസംഗിച്ചോളാം, ഞങ്ങൾ വചനം അനുസരിച്ചോളാം, ഞങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷ വേല ചെയ്തോളാം, ഞങ്ങൾ ദൈവത്തിന്റെ മക്കളായി ജീവിച്ചോളാം എന്ന് മൂറോനഭിഷേകം എന്ന കൂദാശയിലൂടെ സമർപ്പണം ചെയ്തിട്ട് നേർന്നിട്ട് അത് ചെയ്യാതെ എങ്ങനെയെങ്കിലും എളുപ്പത്തിൽ ക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക്, ഞാൻ പറയത്തില്ല, ബൈബിളിൽ പറയുന്നു, ചെയ്യുന്നവർക്ക് ഊനമുള്ളതിനെ ബലിയർപ്പിക്കുന്ന വഞ്ചകന് ശാപം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, കേൾക്കണേ, ദൈവം ആരാണ്? ഞാൻ ഉന്നതനായ രാജാവാണ്, ജനതകൾ എന്റെ നാമം ഭയപ്പെടുന്നു. ഒരു ദേശത്ത് നിന്ന് പിശാച് പലായനം ചെയ്യും, ദുരാത്മാക്കൾ കൂട്ടത്തോടെ ഓടിപ്പോകും. കുടുംബങ്ങളിൽ നിന്ന് പിശാച് കൂട്ടത്തോടെ വിട്ടൊഴിഞ്ഞു പോകും. ദേശത്ത് നിന്ന്, മണ്ണിൽ നിന്ന്, വസ്തുവിൽ നിന്ന്, ഉപകരണങ്ങളിൽ നിന്ന്, കന്നുകാലികളിൽ നിന്ന്, വാഹനങ്ങളിൽ നിന്ന്, വരുമാന മാർഗങ്ങളിൽ നിന്ന് സാത്താന്റെ അന്ധകാര പീഡകൾ എന്നേക്കുമായി മാറിപ്പോകും. അവിടെ വചനത്തിന്റെ ശക്തി ഇടപെട്ടാൽ, വചനം വായിച്ചാൽ, വചനം ഉച്ചരിച്ചാൽ, നമ്മുടെ അധരത്തിൽ ദൈവവചനം ഉണ്ടായിരുന്നാൽ, അതായത് ശക്തമായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി നടക്കാൻ വേണ്ടി പറയുകയാണ്. എന്ത് ചെയ്യണം? നമ്മുടെ അധരത്തിൽ ദൈവത്തിന്റെ വചനം ഉണ്ടായിരിക്കണം.